എന്നാൽ നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി വാരിയെടുത്തതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നുള്ള ചൊറുക്കയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ വിട്ടു പോയിട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നേരെ അടുപ്പ് കത്തിച്ച് നമ്മുടെ ഉരുളി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറുകപ്പട്ടയും പെരുംജീരകവും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി വഴന്നു വരുമ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഇറങ്ങി വരും. അതിന് ശേഷം ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ട്ടാ.